ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിനെ കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായ കമ്പോണൻസിനെ പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കിയിരുന്നു. എങ്ങനെയാണ് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കമ്പ്യൂട്ടർ സംബന്ധമായും ടെക്നിക്കലായിട്ടുമുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും വീഡിയോസ് കാണുന്നതിനുമായി നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Place processor on processor socket in the motherboard and fix the locket. അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മദർബോർഡിലെ പ്രോസസ്സർ സോക്കറ്റിലേക്ക് നമ്മൾ പ്രോസസ്സർ ഇൻസർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആദ്യത്തെ ഇമേജിൽ കാണുന്നതാണ് മദർബോർഡിലുള്ള പ്രോസസ്സർ സോക്കറ്റ്. ഇതിൽ ഒരു പിന്നിൻ്റെ ലോക്ക് ഉണ്ട്. ഈ ലോക്ക് നമ്മൾ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം സൈഡിലേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ ലോക്ക് മാറി കിട്ടും. അതിനുശേഷം ആ കേസ്, അതിൻ്റെ പ്രോസസ്സർ ഫിറ്റ് ചെയ്ത് അടച്ചു വെക്കുന്ന കേസ് നമുക്ക് തുറക്കാം. അത് തുറന്നതിന് ശേഷം അതിനകത്തേക്കാണ് പ്രോസസ്സർ പ്ലേസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇമേജിൽ കാണുന്നത് പോലെയാണ് പ്രോസസ്സർ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. അത് തെറ്റായ രീതിയിൽ ഒരിക്കലും അതിലേക്ക് ഇൻസർട്ട് ആവില്ല. ആ പ്രോസസ്സർ സോക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള അതേ ടൈപ്പിൽ വരുന്ന പ്രോസസ്സറുകൾ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രോസസ്സറിൻ്റെ സോക്കറ്റിൽ ചെറിയതായിട്ട് ഒരു സൈഡിൽ ചെറിയൊരു മാർക്കിംഗ് ഉണ്ടാവും. അത് തന്നെ നമ്മുടെ സോക്കറ്റിലും ഉണ്ടാകും. അത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ പ്രോസസ്സർ അതിലേക്ക് ഇൻസർട്ട് ചെയ്യാൻ സാധിക്കും. PGA ടൈപ്പ് പിൻ ഓൺ പ്രോസസ്സർ വരുന്ന ടൈപ്പ് സോക്കറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രോസസ്സറിലായിരിക്കും പിന്ന് വരുന്നത്. ആ പിന്ന് ഇൻസർട്ട് ചെയ്യാനുള്ള ഹോള് വരുന്നത് മദർബോർഡിലുള്ള ആ സോക്കറ്റിലായിരിക്കും. അതിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോസസ്സർ പ്ലേസ് ചെയ്യേണ്ടത്. പ്രോസസ്സർ പ്ലേസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പിലെ കേസ് കൃത്യമായിട്ട് അടയ്ക്കുക. എന്നിട്ട് ആ ലോക്ക് തിരിച്ച് അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുക. ഫിക്സ് CPU fan on the top of the processor after applying thermal paste and then lock the fan to motherboard with or lock on the fan and then connect power cable of the fan to motherboard. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോസസ്സറിന് മുകളിലായിട്ട് CPU-ന്റെ ഫാൻ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് തെർമൽ പേസ്റ്റ് പ്രോസസ്സറിന് മേലിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷമാണ് പ്രോസസ്സർ ഫാൻ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് അതിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മദർബോർഡിൽ പ്രോസസ്സർ ഫാനിൻ്റെ ലോക്ക് ഇൻസർട്ട് ചെയ്യാനുള്ള 4 ഹോൾസ് ഉണ്ടാകും. ഈ 4 ഹോൾസിലേക്ക് പ്രോസസ്സറിൻ്റെ 4 സൈഡിലുമുള്ള ലോക്ക് പ്രസ് ചെയ്യുക. നമ്മൾ ഉപയോഗിക്കുന്ന ഫാൻ ഏതാണോ ആ ഫാനിൽ വരുന്ന ലോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് ലോക്കായി എന്ന് ഉറപ്പുവരുത്തുക. അത് ലോക്ക് ചെയ്തതിന് ശേഷം അതിനേക്കുള്ള ഒരു പവർ കണക്ടർ ഉണ്ടാകും. ഫാൻ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പവർ കണക്ടറാണ്. അത് കണക്ട് ചെയ്യാനായിട്ട് മദർബോർഡിൽ ഒരു സോക്കറ്റ് ഉണ്ടാകും. അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും പ്രോസസ്സർ ഫാൻ എന്ന്. ആ സോക്കറ്റിലേക്കാണ് പിന്നെ നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ടത്. ഇൻസർട്ട് മെമ്മറി ടു മെമ്മറി സ്ലോട്ട് ആൻഡ് എൻഷുർ ഇറ്റ് ഈസ് പ്രോപ്പർലി ലോക്ക്ഡ് വിത്ത് 2 ലോക്ക് അറ്റ് ബോത്ത് എൻഡ് ഓഫ് ദി സ്ലോട്ട്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് മെമ്മറി അഥവാ റാം നമ്മൾ അതിന്റെ മെമ്മറി സ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ഇമേജ് ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ മെമ്മറി സ്ലോട്ടിലും അതിന്റെ ഏകദേശം സെൻട്രലായിട്ട് ഒരു കട്ടിങ് ഉണ്ടാകും. അത് നമ്മളുടെ മെമ്മറി ഏതാണോ ആ മെമ്മറിയുടെ അതനുസരിച്ചിട്ടാണ് അതിന്റെ കട്ടിങ് വരുന്നത്. DDR, DDR2, DDR3, DDR4, DDR5 ഇങ്ങനെ ഓരോ ടൈപ്പ് മെമ്മറിക്കും ഓരോ ഡിസ്റ്റൻസിലായിരിക്കും ഇതിന്റെ കട്ടിങ് വരുന്നത്. അതനുസരിച്ചിട്ടുള്ളതായിരിക്കും മദർബോർഡിലെ അതിന്റെ സ്ലോട്ടും വരുന്നത്. ഇപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ സ്ലോട്ടിലേക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇത് പ്ലേസ് ചെയ്ത് നേരെ താഴേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഇതിന്റെ 2 ലോക്കും അതിന്റെ 2 സൈഡിലേക്ക് പ്രസ് ചെയ്ത് ഇടുക. അത് നമ്മൾ പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്ത് താഴേക്ക് ഇടുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് ലോക്ക് ആയിക്കോളും. ഇത് കൃത്യമായിട്ട് ലോക്ക് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചൂസ് ബാക്ക് പാനൽ പ്ലേറ്റ് ആസ് പെർ സ്ട്രക്ചർ ഓഫ് മദർബോർഡ് ആൻഡ് പ്ലേസ് ഇറ്റ് on the back side of case by gently pressing it from inside it to outside. അത് നാലാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് അതിന്റെ ബാക്ക് പാനലിലുള്ള ഒരു പ്ലേറ്റ് ആണ്.
അത് നമ്മളുടെ മദർ ബോർഡിൽ എങ്ങനെയാണോ അതിന്റെ സോക്കറ്റുകൾ വരുന്നത് അതിനനുസരിച്ച് തന്നെയുള്ള പ്ലേറ്റുകൾ വാങ്ങിക്കുക. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന ഈ ഭാഗമാണ് ഈ പ്ലേറ്റ് വരുന്നത്. ഇത് നമ്മൾ കേസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കായി ഇരുന്നോളും. രണ്ടാമത്തെ ചിത്രത്തിൽ വരുന്നത് ഓരോ മദർ ബോർഡിന്റെയും സ്ട്രക്ചർ അനുസരിച്ച് വിവിധ തരത്തിലുള്ള ബാക്ക് പാനൽ പ്ലേറ്റുകളാണ്. നമ്മളുടെ മദർ ബോർഡ് ഏതാണോ അതിന് അനുയോജ്യമായ പ്ലേറ്റ് തിരഞ്ഞെടുക്കുക. അത് ഇതേപോലെ തന്നെ കേസിന്റെ ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുക. പ്ലേസ് മദർ ബോർഡ് ഇൻ ദി കേസ് ആൻഡ് ടൈറ്റ് സ്ക്രൂസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്സർ, ഫാനും മെമ്മറി കാർഡും സെറ്റ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് നമ്മുടെ കേസിനുള്ളിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ബാക്ക് പാനലിലേക്ക് അതിന്റെ സ്ലോട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന രീതിയിൽ മദർ ബോർഡ് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രൂസ് കൃത്യമായി ഇൻസെർട്ട് ചെയ്ത് മദർ ബോർഡ് ലൂസായി പോകാത്ത രീതിയിൽ എല്ലാ സ്ക്രൂസും കൃത്യമായി ടൈറ്റ് ചെയ്ത് വെക്കുക. പ്ലേസ് SMBS ഇൻ കമ്പ്യൂട്ടർ കേസ് ആൻഡ് ടൈറ്റ് വിത്ത് 4 സ്ക്രൂസ് ഓൺ ദി ബാക്ക് സൈഡ്. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പവർ സപ്ലൈ അത് ഇൻസെർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കേസിൽ ബിൽറ്റ് ഇൻ ആയിട്ട് പവർ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അഡീഷണൽ ആയിട്ട് SMBS വാങ്ങിച്ച് നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ടി വരുന്നത്. കേസിൽ SMBS ബിൽറ്റ് ഇൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ്. ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കേസിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മൾ SMBS പ്ലേസ് ചെയ്യുന്നത്. അത് കേസിനകത്തൂടെ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ വന്നത് ടച്ച് ചെയ്യും. അവിടെ നമുക്ക് 4 സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ SMBS അവിടെ ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഫിറ്റ് ചെയ്ത SMBSന്റെ ഒരു ഇമേജ് ആണ്. ഇതേപോലെയാണ് അത് പ്ലേസ് ചെയ്യേണ്ടത്. നമ്മുടെ AC സോക്കറ്റ് ബാക്ക് സൈഡിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. പ്ലേസ് ഒപ്റ്റിക്കൽ ഡ്രൈവ്സ് ഇൻ ദ കമ്പ്യൂട്ടർ കേസ്. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡ്രൈവുകൾ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ കേസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. കമ്പ്യൂട്ടറിന്റെ കേസിന്റെ ഫ്രണ്ടിൽ ഒപ്റ്റിക്കൽ ഡ്രൈവ് പ്ലേസ് ചെയ്യേണ്ട ഭാഗത്ത് ഒരു കവർ കാണും. ആ കവർ റിമൂവ് ചെയ്തതിന് ശേഷം ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒപ്റ്റിക്കൽ ഡ്രൈവ് അതിലേക്ക് വെക്കുക. നേരെ ബാക്കിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് ഇതിന്റെ അലൈൻമെന്റിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിന്റെ സൈഡിൽ സ്ക്രൂസ് ഉണ്ടാകും. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ സ്ക്രൂസ് ഇട്ട് ഡ്രൈവ് അവിടെ ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. പ്ലേസ് ഹാർഡ് ഡിസ്ക് ഇൻ ദി കമ്പ്യൂട്ടർ കേസ്. ഒന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഹാർഡ് ഡിസ്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഇമേജ് ആണ്. അത് നമ്മൾ ഒപ്റ്റിക്കൽ ഡ്രൈവ് പ്ലേസ് ചെയ്തതിന്റെ താഴത്ത് തന്നെ അതിനേക്കാളും ചെറിയ ഒരു സ്പേസ് ഉണ്ടാകും. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന്റെ ബാക്കിൽ കണക്ടേഴ്സ് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ കണക്ടേഴ്സ് കണക്ട് ചെയ്യേണ്ട ഭാഗം പുറത്തെ സൈഡിൽ വരുന്ന രീതിയിൽ അതിലേക്ക് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ സ്ക്രൂസ് അതിന്റെ സൈഡിൽ ഇട്ട് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. കണക്ട് 24 പിൻ കണക്ടേഴ്സ് ഫ്രോം SMBS to related socket on the motherboard and then connect the 4 pin or 8 pin connectors to the motherboard. ഒമ്പതാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് SMBSൽ നിന്നുള്ള 24 പിൻ കണക്ടർ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇമേജിൽ കാണുന്നതാണ് 24 പിന്നെ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ്. രണ്ടാമത്തെ ചിത്രത്തിൽ അത് കണക്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഒരു രീതിയിൽ മാത്രമേ അത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് തിരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് തന്നെ ആ സോക്കറ്റിലേക്ക് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ഇമേജിൽ കാണുന്നത് 4 പിൻ അല്ലെങ്കിൽ 8 പിൻ കണക്ടർ ആണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചില പ്രോസസ്സറുകൾക്ക് അഡീഷണൽ ആയിട്ട് പവർ വേണ്ടി വരുമ്പോൾ ആണ് ഈ കണക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില മദർ ബോർഡുകളിൽ ഈ 4 പിൻ കണക്ടർ കോമൺ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഇത് കാണും. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മദർ ബോർഡുകളിലാണ് ഈ 8 പിന്നിന്റെ കണക്ടർ വരുന്നത്. ഇതും നമ്മൾ SMBSൽ നിന്നും മദർ ബോർഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. കണക്ട് പവർ കണക്ടർ ഫ്രോം SMBS to ഒപ്റ്റിക്കൽ ഡ്രൈവ് ആൻഡ് ദെൻ കണക്ട് ഡ്രൈവ് ടു മദർ ബോർഡ് വിത്ത് സാറ്റ കേബിൾ. അതായത് SMBSൽ നിന്നുള്ള പവർ കണക്ടർ നമ്മളുടെ ഒപ്റ്റിക്കൽ ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. SMBSൽ നിന്നുള്ള പവർ കണക്ടർ അതിന്റെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം സാറ്റ കേബിളിന്റെ ഒരു എൻഡ് ഈ ഒപ്റ്റിക്കൽ ഡ്രൈവിലേക്കും അടുത്ത എൻഡ് മദർ ബോർഡിൽ സാറ്റ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടിലേക്കും കണക്ട് ചെയ്യുക. ആദ്യത്തെ ഇമേജിൽ ഒരു ഒപ്റ്റിക്കൽ ഡ്രൈവിന്റെ ബാക്ക് പോർഷൻ ആണ് കാണിച്ചേക്കുന്നത്. ഈ ഇമേജിൽ കാണുന്നത് പോലെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇമേജിൽ നമ്മുടെ മദർ ബോർഡിലുള്ള സാറ്റ സോക്കറ്റുകളാണ് കാണുന്നത്. അതിന്റെ സെന്ററിൽ ഒരു L ഷേപ്പിലുള്ള ഒരു പോർഷൻ ഉള്ള അതാണ് സാറ്റ കണക്ടർ. അത് കൃത്യമായിട്ട് നമുക്ക് സോക്കറ്റിലേക്ക്
ഇൻസർട്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് പവർ കണക്ടർ ഫ്രോം SMBS ടു ഹാർഡ് ഡിസ്ക് ആൻഡ് ദെൻ കണക്ട് ഡ്രൈവ് ടു മദർ ബോർഡ് വിത്ത് SATA കേബിൾ. ഇത് നമ്മൾ ഒപ്റ്റിക്കൽ ഡ്രൈവിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഹാർഡ് ഡിസ്കിന് അല്ലെങ്കിൽ SSDക്കുള്ള പവർ കണക്ടറും രണ്ടാമത് അതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള SATA കണക്ടർ. ഒപ്റ്റിക്കൽ ഡ്രൈവ് കണക്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് ഓഫ് ദി കേസ് ടു മദർ ബോർഡ്. 9ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത് ഫ്രണ്ട് പാനൽ കണക്ടേഴ്സ് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ആദ്യമേ ഒന്ന് പറഞ്ഞായിരുന്നു. ഈ സ്പീക്കർ, ഹാർഡ് ഡിസ്ക് LED, പവർ LED, റീസെറ്റ് സ്വിച്ച്, പവർ സ്വിച്ച്, ഇത്രയും ആണ് ഫ്രണ്ട് പാനൽ കണക്ടറിൽ വരുന്നത്. ഓരോന്നും കൃത്യമായിട്ട് മദർ ബോർഡിന്റെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ മാനുവലിലും മദർ ബോർഡിൽ തന്നെയും കൃത്യമായിട്ട് അത് കണക്ട് ചെയ്യേണ്ട രീതി ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ചെറിയ ലെറ്റേഴ്സ് ആണെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അതിൽ എവിടെയാണോ കണക്ട് ചെയ്യാൻ മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്, ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഇതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് പാനൽ USB കണക്ടർ ടു മദർ ബോർഡ്. ഫ്രണ്ട് പാനൽ USBയെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. നമുക്ക് കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കമ്പ്യൂട്ടർ കേസിന്റെ ഫ്രണ്ടിൽ USB പോർട്ടുകൾ ഉണ്ടാകും. ആ USB പോർട്ടിൽ നിന്നുള്ള കണക്ഷൻ മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നതിനാണ് ഇത്തരത്തിലുള്ള കണക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. 1ാമത്തെ ഇമേജിൽ നമുക്ക് നോക്കിയാൽ കാണാം USB 1, USB 2, USB 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2ാമത്തെ ഇമേജിൽ കാണുന്നതാണ് അതിന്റെ 9 പിൻ കണക്ടർ വരുന്നത്. ഇത് കേസിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു കണക്ടറാണ്. ഈ കണക്ടർ ഡയറക്റ്റ് ആയിട്ട് മദർ ബോർഡിലുള്ള USB പാനലിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് പവർ കേബിൾ ടു മോണിറ്റർ ആൻഡ് ലിങ്ക് ദി മോണിറ്റർ വിത്ത് CPU വിത്ത് VGA കണക്ടർ ഓർ HDMI കണക്ടർ. 11ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റർ കണക്ട് ചെയ്യുകയാണ്. മോണിറ്ററിന് 2 കണക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് അതിന്റെ പവർ കണക്ടറും 2 തരത്തിലുള്ള VGA അല്ലെങ്കിൽ HDMI കണക്ടർ. പവർ കണക്ടർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പവർ കേബിൾ കൊടുക്കാൻ സാധിക്കും. രണ്ടാമത് വരുന്നത് ഇത്തരത്തിലുള്ള VGA കണക്ടറോ അല്ലെങ്കിൽ HDMI കണക്ടറോ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. കോമൺ ആയിട്ട് എല്ലാ മദർ ബോർഡിലും VGA കണക്ടർ ഉണ്ടാകും. അഡ്വാൻസ്ഡ് മദർ ബോർഡുകളിലാണ് HDMI കണക്ടർ വരുന്നത്. ഏതെങ്കിലും ഒരു കണക്ടർ ഉപയോഗിച്ച് മോണിറ്റർ നമ്മൾ മദർ ബോർഡുമായിട്ട് CPU-യുമായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് കീബോർഡ് ആൻഡ് മൗസ് ടു USB പോർട്ട്. If keyboard and mouse are wireless type, insert USB dongle provided with that device to USB port. 12ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കീബോർഡ് മൗസും കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. കീബോർഡും മൗസും വയേർഡ് ആണെങ്കിൽ അതിൻ്റെ കേബിള് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. വയർലെസ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിന് ഒപ്പം വരുന്ന ഒരു USB ഡോങ്കിൾ ഉണ്ടാകും. ആ USB ഡോങ്കിൾ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫൈനൽ സ്റ്റെപ്പ്. ഫസ്റ്റ്, ബിഫോർ സ്വിച്ച് ഓൺ ദി കമ്പ്യൂട്ടർ എൻഷുർ ദാറ്റ് യുവർ ഇലക്ട്രിക്കൽ സപ്ലൈ ഹാസ് പ്രോപ്പർ എർത്തിങ്. സെക്കൻഡ്, എൻഷുർ ടു യൂസ് UPS ഫോർ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് to avoid damage of components. Connect AC power cord to SMBS and turn on the switch of SMBS. Now you can start the computer by pressing power button on the front side of the case. നമ്മൾ കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ഇലക്ട്രിക്കൽ സപ്ലൈ കൃത്യമാണെന്നും അത് കൃത്യമായ എർത്ത് ഉണ്ട് എന്നും ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഒരു UPS അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ പാർട്സുകൾ ഡാമേജ് ആകാതിരിക്കാൻ UPS ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത്, ഡയറക്റ്റ് ആയിട്ട് AC പവർ SMBSലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം SMBSന്റെ ബാക്ക് സൈഡിൽ ഒരു പവർ സ്വിച്ച് ഉണ്ടാവും. ആ സ്വിച്ച് ഓൺ ചെയ്യുക. AC ഡയറക്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം SMBSന്റെ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്നതോടുകൂടി നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലേക്ക് പവർ എത്തുന്നതാണ്. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിൽ പവർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കേസിന് ഫ്രണ്ടിലുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആക്കുവാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിനെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കലായിട്ടുമുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.